ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട ചില വ്യക്തികളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും. എന്നാലും അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ വേദനിപ്പിക്കുന്ന വാക്കുകളും വേണ്ടി പല പല മെത്തേഡ്സും ട്രൈ ചെയ്യുന്നുണ്ടാവാം. ഇതെല്ലാം ചെയ്താൽ പോലും ചിലർക്ക് അത് ഹീലാവില്ല. അത്ര ഇതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്ന ഒരു വലിയൊരു ടെക്നിക്കാണ് കോട്ട് കട്ടിങ്. ആൾറെഡി ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഹീലായി പുറത്തു വരാൻ പറ്റും. പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഉടനടി നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കോട്ട് കട്ടിങ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. നമ്മൾ ചില ആൾക്കാരെ അത്രയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അവർ നമ്മളെ ലൈഫ് ലോങ് കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അവരെ അത്രയും പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വാക്കുകൾ, അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഒരു ബാക്ക് സ്റ്റാബ്, ചീറ്റിംഗ് എനർജി, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തകർന്നു പോകും. അവരെ വിട്ട് നമ്മൾ മാറിപ്പോണമെന്ന് ആഗ്രഹിച്ചാലും പിന്നെ ആ വാക്കുകളും ആ വേദനിപ്പിക്കുന്ന ആ സിറ്റുവേഷനൊക്കെ മറക്കാൻ ശ്രമിച്ചാലും നമുക്ക് മറക്കാൻ പറ്റില്ല. ആ വ്യക്തികളുടെ മുഖം മറക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ആ വ്യക്തികളെ വിട്ട് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, പക്ഷെ അവരുടെ ആ വാക്കുകളും പ്രവൃത്തികളും നമ്മളെ ഇങ്ങനെ ദിവസവും ഇങ്ങനെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. കുത്തി കുത്തി വേദനിപ്പിച്ച് ആ സിറ്റുവേഷൻസ് വീണ്ടും വീണ്ടും നമ്മളെ ഇങ്ങനെ വന്ന് ഹർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെ വിഷമിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. ഇത് പിന്നെ ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ട ചില വ്യക്തികളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടാവും. എന്നാലും അതിൽ നിന്ന് ഉണ്ടാകുന്ന ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മൾ അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അവരെ വിടാൻ കഴിയുന്നില്ല. അവരുടെ മുഖം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അവരിൽ നിന്ന് എന്തൊക്കെയോ ഒത്തിരി എക്സ്പെക്ട് ചെയ്തിരുന്നു. നമ്മളെപ്പോലെയാണ് അവരും എന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് നമുക്ക് അവരെ മറക്കാനും പൊറുക്കാനും ഒന്നും കഴിയാതെ നമ്മളിങ്ങനെ ദിവസവും ഇങ്ങനെ മുള്ളിൻ്റെ മേലെ നടക്കുന്നത് പോലെ ഇങ്ങനെ വേദനിച്ചു കൊണ്ടേയിരിക്കും. ചിലരൊക്കെ അവരിൽ നിന്ന് മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ടാവും. ചിലർക്ക് മാറിപ്പോകാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അത്രയും കൂടെ ഇരിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻസും അങ്ങനത്തെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് അവരോടൊപ്പം ജീവിക്കുകയും വേണം. എല്ലാം ഇട്ടെറിഞ്ഞു പോകാൻ പലപ്പോഴും പറ്റിയെന്ന് വരില്ല. കാരണം പ്രാരാബ്ദം, മക്കൾ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് അങ്ങനെ ഇരിക്കാം. കുറച്ച് പേര് പോയി വേറെ സിറ്റുവേഷൻസിൽ സെറ്റിൽഡ് ആയാലും അവരുടെ മൈൻഡിൽ നിന്ന് അത് പോവില്ല. അപ്പോൾ അതിനുവേണ്ടി പല പല മെത്തേഡ്സും ട്രൈ ചെയ്യുന്നുണ്ടാവാം. എന്താ പറയുക, പല മുദ്രകൾ വെക്കുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ഹോപ്പണോപ്പണ പ്രെയർ പറയുന്നത്, ഇങ്ങനെ ഒത്തിരി പേര് പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ടാവാം. ഞാനും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഒരളവിന് അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മളെ സഹായിക്കും, തീർച്ചയായിട്ടും സഹായിക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പക്ഷേ ഇതെല്ലാം ചെയ്താൽ പോലും ചിലർക്ക് അത് ഹീലാവില്ല. അത്രയും ആഴത്തിലുള്ള മുറിവ് ആയിരിക്കും. അവർക്ക് അത്രയും ഒരു അപമാനിതരായി ചിലരൊക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ പലപ്പോഴും ഒരു കുറ്റവാളിയായിട്ട്, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയായിട്ട് മുദ്ര കുത്തപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും പിന്നെ അതിൽ നിന്ന് ഉടലെടുക്കുന്ന സ്ട്രെസ്സും അതിലൂടെ കടന്നു പോകുന്ന കുറേ ചിന്തകളും എല്ലാം കൂടെ നമുക്കിങ്ങനെ പ്രോഗ്രാമായി ആ സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോയാലും നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നമ്മളൊരു മാനസിക സമ്മർദ്ദത്തിലൊക്കെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. കുറച്ച് പേരൊക്കെ ഉറങ്ങാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്ന ഒരു വലിയൊരു ടെക്നിക്കാണ് കോട്ട് കട്ടിങ്. ഇതൊരുപാട് പേർ കേട്ടിട്ടുണ്ടാവും, ചിലരൊക്കെ ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം ഞാനും ഇത് യൂസ് ചെയ്ത്, കാരണം കുറേ വർഷങ്ങൾ ഞാനിങ്ങനെ ചില പ്രശ്നങ്ങളിൽ സ്ട്രഗിൾ ചെയ്ത് എനിക്കതിൽ നിന്ന് ഹീലായി പുറത്തു വരാൻ പറ്റാതെ ഇരുന്നപ്പോൾ എനിക്ക് ഏറ്റവും കൈകൊടുത്ത കാര്യമാണ് ഈ കോട്ട് കട്ടിങ്. അത് പലപ്പോഴും കൗൺസിലിങ്ങിന് പല പല പ്രശ്നങ്ങളായിട്ടുള്ള ഒരുപാട് കരഞ്ഞുകൊണ്ട് വരുന്ന ചില വ്യക്തികളുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ അതിൽ കേട്ടൊക്കെ ഇരിക്കുമ്പോൾ അതും നമ്മളെ വന്ന് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ ഈ കോട്ട് കട്ടിങ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ആ കാര്യം കഴിഞ്ഞ് നമ്മൾ ആ കോട്ട് കട്ടിങ് ചെയ്യുന്നു, നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നമ്മളത് പിന്നെ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ കോട്ട് കട്ടിങ് അറിഞ്ഞിരുന്നാൽ ആൾറെഡി ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഹീലായി പുറത്തു വരാൻ പറ്റും. ചില വ്യക്തികളെ നമുക്ക് മറക്കാൻ കഴിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് മറക്കാൻ പറ്റും. ചില സിറ്റുവേഷൻസ് മറക്കാൻ പറ്റാതിരിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് മറക്കാൻ പറ്റും. അതിൽ നിന്നെല്ലാം പുറത്ത് വന്ന് സമാധാനപൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഇത് പഠിച്ചിരുന്നാൽ നിങ്ങൾക്കിനി ഫ്യൂച്ചറിൽ ഓരോരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മളിങ്ങനെ അതിലേ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാതെ ഉടനടി നമുക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ കോട്ട് കട്ടിങ്. നമുക്ക് ഒരു കാര്യം വന്ന് നമ്മളെ അഫക്റ്റ് ചെയ്താൽ ഉടനെ നമുക്ക് ആ വ്യക്തിയെ എടുത്ത് കോട്ട് കട്ടിങ് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. നമ്മളെ ഇതുപോലെ വർഷങ്ങളോളം അതിലിട്ട് ഇങ്ങനെ നമ്മൾ മുങ്ങി താഴ്ന്നു പോകുന്ന രീതിയിലേക്ക് എത്തില്ല ഈ കോട്ട് കട്ടിങ് അറിഞ്ഞിരുന്നാൽ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ വീണ്ടും പറയുന്നത്, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
അതിനായിട്ട് നിങ്ങൾ യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നല്ല സാവധാനം മുകളിലേക്ക് എടുത്ത് താഴേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്യുക. നിങ്ങൾ അത്രയും ചെയ്യുമ്പോൾ ഒന്ന് കാം ഡൗൺ ആയില്ലെങ്കിൽ ഇനി വീണ്ടും ഒരു 5 പ്രാവശ്യം കൂടെ ചെയ്തിട്ട് ഒന്ന് കാമാവുക. കാമായതിനു ശേഷം നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ആ വ്യക്തിയിൽ നിന്ന് എനിക്കൊരു മോചനം വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തിയെ നിങ്ങൾ മുന്നിൽ കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിൽ ഏത് വ്യക്തിയാണോ നിങ്ങളെ ഹർട്ട് ചെയ്ത്, എന്തായാലും ഒരു വ്യക്തി തന്നെ ആയിരിക്കുമല്ലോ, അപ്പോൾ അതിനെ കൊണ്ടുവരിക. ഇങ്ങനെ എത്ര വ്യക്തികളുണ്ടോ അത്രയും വ്യക്തികൾക്ക് നമ്മൾ ഓരോരോ സമയമായിട്ട് ഇതെടുത്ത് ചെയ്യാവുന്നതാണ്. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഓരോരോ വ്യക്തികളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ ഇങ്ങനെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് കണ്ണുകൾ അടച്ച് നിങ്ങൾ ആ വ്യക്തിയുടെ ഫേസ് മുന്നിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പറ്റുമെങ്കിൽ 2 പുരികങ്ങളുടെയും മധ്യത്തിലായിട്ട് നിങ്ങൾ നോക്കുക. കണ്ണടച്ച് തന്നെ നോക്കുക, ഇമാജിൻ ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് ആ ഒരു എനർജി കൊണ്ടുവരിക. അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഫേസ് കൊണ്ടുവരിക. ചിലർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫേസ് പോലും വരാതിരിക്കുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ളവർ ആ ഒരു എനർജി, ആ വ്യക്തിയുടെ എനർജിയെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ഫ്രണ്ടിലിരിക്കുന്നു, നമ്മളിവിടെ അവർക്ക് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു, നമുക്ക് മുമ്പിലായിട്ട് അവരിയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരു വെള്ള മെഴുകുതിരി നമ്മൾ കത്തിച്ചു വെച്ചിരിക്കുന്നു, അവരുടെ മുമ്പിലായിട്ട് ഒരു കറുത്ത മെഴുകുതിരി കത്തിച്ചു വെക്കുന്നു. അതിനെന്ന് പറഞ്ഞാൽ ആ വ്യക്തി മോശമായ വ്യക്തി അങ്ങനെ കുറിക്കാനല്ല, നമുക്കൊന്ന് മനസ്സിലാവണമല്ലോ. ആ ഒരു നെഗറ്റീവ് എനർജിയെയും ആ ഒരു ടോക്സിക് കാര്യങ്ങളെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിടാൻ പോവുകയാണ്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ആകാശത്തു നിന്ന് ഒരു ഗോൾഡൻ എനർജി, ആ പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നു. അത് നിങ്ങളുടെ സഹസ്രാര ചക്ര, അതായത് ഈ നെറുക ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിച്ച് 1 മിനിറ്റ് ഒന്ന് സങ്കല്പിച്ചതിന് ശേഷം നിങ്ങളുടെ പൊക്കിൾ കൊടിയിൽ നിന്ന് ആ വ്യക്തിയുടെ പൊക്കിൾ കൊടിയിലേക്ക് ഒരു കറുത്ത കയറ് ബന്ധിക്കപ്പെട്ട് നമ്മൾ ഇരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് മുന്നിൽ ആ വ്യക്തി ഇരിക്കുന്നു. നിങ്ങളുടെ പൊക്കിൾ കൊടിയിൽ നിന്ന് ആ വ്യക്തിയുടെ പൊക്കിൾ കൊടിയിൽ ഒരു കറുത്ത കയറിരിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു കത്രിക നിങ്ങൾ സങ്കല്പിക്കുക. ഇങ്ങനെ കൈ കൊണ്ടുവരിക. നിങ്ങളുടെ പൊക്കിൾ കൊടിയുടെ അടുത്തായിട്ട് ഒരു കത്രിക കൊണ്ടുവരുന്നതായി സങ്കല്പിക്കുക. സങ്കല്പിച്ചിട്ട് ആ കയറിനെ നിങ്ങൾ കട്ട് ചെയ്യുന്നു. 3 പ്രാവശ്യം കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതും ആ കയറ് നിങ്ങളുടെ പൊക്കിൾ കൊടിയിൽ നിന്ന് താഴെ വീഴുന്നു. ആ വ്യക്തിയുടെ പൊക്കിൾ കൊടിയിൽ നിന്നും താഴെ വീഴുന്നതും നിങ്ങൾ അവിടെ ഒരു തീപ്പെട്ടിത്തിരി കത്തിച്ചിടുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ആ കയറിൽ കത്തിച്ചിടുന്നു, അതിങ്ങനെ നന്നായിട്ട് കത്തിച്ചാമ്പലാകുന്നു. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ പറയുക, ഞാൻ ഈ വ്യക്തിയിൽ നിന്നും പൂർണ്ണ മുക്തി പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഈ വ്യക്തിയിൽ നിന്നും പൂർണ്ണ മുക്തി പ്രാപിച്ചിരിക്കുന്നു. ഞാൻ ഈ വ്യക്തിയിൽ നിന്നും നിരന്തരമായി പൂർണ്ണ മുക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങളിങ്ങനെ 3 പ്രാവശ്യം പറയണം. നേരത്തെ നമ്മൾ പറയുമ്പോഴും 3 പ്രാവശ്യം, ഇതിലും 3 പ്രാവശ്യം വരും. നിങ്ങൾ എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞ് 3 പ്രാവശ്യം, കട്ട് ചെയ്യുന്നതും 3 പ്രാവശ്യം ഇങ്ങനെ പൂർണ്ണമുക്തി പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയാം. ഇല്ല നിങ്ങൾക്ക് വീണ്ടും പറയണമെന്ന് തോന്നിയാൽ വീണ്ടും ഇങ്ങനെ പറയുക, അതിൽ നിന്നും ഞാൻ എന്നേക്കുമായി പൂർണ്ണമുക്തി പ്രാപിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വ്യക്തി എന്നേക്കുമായി നിങ്ങളെ വിട്ട് തിരിഞ്ഞു പോകുന്നതായി വിഷ്വലൈസ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്യുക. ഇതാണ് കോഡ് കട്ടിങ്. ഇത് ചെയ്ത് തീരുമ്പോഴേ നിങ്ങൾക്ക് അത്രയും ഒരു ആശ്വാസം കിട്ടും. അതുവരെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് എന്തൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടിരുന്നോ, നിങ്ങൾ എത്രയും വേദനിച്ചിട്ടുണ്ടോ ആ വ്യക്തിയെ വെച്ച്, ആ വ്യക്തിയിൽ നിന്ന് എന്തൊക്കെ ദുഃഖങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ, എല്ലാം ഇങ്ങനെ ഒരു ദീർഘനിശ്വാസമായിട്ട് അങ്ങനെ പുറത്തു പോകും. എല്ലാം ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകും. ഈ അടിക്കടി നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാലും വീണ്ടും വന്ന് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് അങ്ങനെ സ്റ്റോപ്പ് ആവാൻ തുടങ്ങും. ഇത് നിങ്ങൾ 1 പ്രാവശ്യം ചെയ്താൽ പോരാ, വീണ്ടും ചില വ്യക്തികൾക്ക് ചെയ്യേണ്ടി വരും. ചില വ്യക്തികൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു കാര്യത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്, ചെറിയൊരു ഹീലിംഗ് ആണെങ്കിൽ പെട്ടെന്ന് പോകും. പക്ഷേ നിങ്ങൾ ഒത്തിരി വേദനിപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തിയെ എന്നും ഓർത്തിങ്ങനെ നിങ്ങൾ ഒത്തിരി ദുഃഖിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പല പ്രാവശ്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചിലർക്ക് 3-4 പ്രാവശ്യം ചെയ്യേണ്ടി വരും. വർഷങ്ങളോളം എടുത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ കുറേ ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. എപ്പോഴെല്ലാം ആ വ്യക്തിയുടെ ഫേസ് വന്നിങ്ങനെ നിങ്ങളെ അത്രയും ഡിസ്റ്റർബ് ചെയ്ത് വേദനിപ്പിക്കുന്നു, അപ്പോഴെല്ലാം നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഏത് സ്ഥലത്ത് നിന്ന് വേണമെങ്കിലും ചെയ്യാം, മറ്റുള്ളവർ ഇല്ലാതിരിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകും. നിങ്ങളുടെ മൈൻഡിൽ നിന്നും ചിന്തകളിൽ നിന്നെല്ലാം മാറിപ്പോകുന്നത് നിങ്ങൾക്ക് അത്രയും ഫീലാവും. ഇത് ബാക്കി എത്രയൊക്കെ ടെക്നിക്ക് ചെയ്തിട്ട് യൂസ്ഫുൾ ആവാത്തവർക്ക് ഇത് വളരെ നല്ലൊരു ഹീലിംഗ് ടെക്നിക്കാണ്. ഇത് നിങ്ങൾക്ക് ആ ബന്ധത്തിൽ നിന്ന്
ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ മുക്തി കിട്ടും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയും. പിന്നെ കുറച്ച് പേർക്കുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ലൈഫ് ലോങ് ആ വ്യക്തിയോട് ജീവിക്കേണ്ടതാണ്, എനിക്ക് ആ വ്യക്തിയെ വിട്ടിട്ട് പോകാൻ കഴിയില്ല. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. എനിക്കിത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്ത ആ വ്യക്തി എന്നെ വിട്ട് പോകില്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ഇല്ല. നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ബന്ധം കൂടുതൽ ക്രിയാത്മകമാകുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കും. പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ദുഃഖവും പ്രശ്നവും ടോക്സിക്കും വന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ വ്യക്തി എന്നെ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ആയല്ലോ. പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ പേടിക്കും. ഫ്യൂച്ചറിൽ ഈ വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കുറേ ഇമാജിൻ ചെയ്യും. പിന്നെ മാനിഫെസ്റ്റ് ചെയ്യും. അത് തന്നെ നടക്കും. ഇതാണ് നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയും ചെയ്യാം. ആ വ്യക്തി ഒന്നും പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടു പോകില്ലെന്ന് മാത്രമല്ല, നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് കാമാവും. ആ വ്യക്തിയെക്കുറിച്ചുള്ള ആ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരെക്കുറിച്ച് നെഗറ്റീവ് ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ വ്യക്തി നമ്മിലേക്ക് അട്രാക്റ്റായി വരും. നമ്മൾ അവർക്ക് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതും നെഗറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് അവിടെ ഒരു മിസ്സിങ് ഫീലിംഗ് വരികയും അവർ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും. അവർ കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മൾ തന്നെ നടന്ന കാര്യങ്ങൾ ചിന്തിച്ചും നമ്മളിങ്ങനെ നെഗറ്റീവ് ചിന്തിച്ചിരിക്കുമ്പോൾ അതൊരു ടെലിപ്പതി വഴി അവരിലേക്ക് പാസ്സാകും. അപ്പോഴവർ നമ്മൾ കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല. കൂടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ചില നമ്മുടെ ക്ലോസ് റിലേഷൻഷിപ്പ് കാണും. ചിലപ്പോൾ പാരൻസിൽ നിന്ന് ഒത്തിരി ഹർട്ടായവരുണ്ടാവും. ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് പാർട്ട്ണർ, മക്കള്, എല്ലാവർക്കും വേണ്ടിയും ചെയ്യാം. അവരിൽ നിന്ന് പിന്നെ നമുക്ക് പോസിറ്റീവ് ആണ് ഉണ്ടാകുന്നത്. അവർ നമ്മളെ വിട്ട് നന്മയ്ക്കുമായി പോകുന്നു എന്നല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, പൂർണ്ണ മുക്തി പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ? അപ്പോൾ നിങ്ങൾ കൂടെ ഇരിക്കുന്ന ഇനിയും നിങ്ങൾ അവരോടൊപ്പം ജീവിക്കേണ്ട വ്യക്തിയാണെങ്കിൽ അവരെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് പറയും. നിങ്ങൾക്കിപ്പോൾ മുക്തി എന്ന് പറയുമ്പോൾ പേടി വരും. നമ്മൾ എപ്പോഴും പറയുന്നതാണ് എല്ലാ വീഡിയോസിലും, നിങ്ങൾ എപ്പോൾ ലെറ്റ് ഗോ ചെയ്യുന്നോ ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി മാറി വരും, നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്ന്. അപ്പോൾ അങ്ങനെ പറയുക. അതായത് നമ്മളെല്ലാം ചെയ്യുന്നു, ആ വ്യക്തിയെ വിഷ്വലൈസ് ചെയ്യുന്നു, എല്ലാം ചെയ്തിട്ട് കയറ് വരുന്നതായിട്ട് എല്ലാം വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ എന്നേക്കുമായി ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ പറയും. പൂർണ്ണ മുക്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും. നിങ്ങൾ വേണ്ട വ്യക്തികൾ ആൾറെഡി പോയിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മുടെ മൈൻഡിൽ നിന്ന് അവരെ കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മാറിപ്പോകാൻ തുടങ്ങും. ഒന്ന്, ജീവിതത്തിലുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി വരികയും ചെയ്യും. ഇത് നിങ്ങൾ ഏത് സിറ്റുവേഷൻ, എത്ര വ്യക്തികൾക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്യാം. ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഒരു ദിവസം പല ടൈംസ് ആയിട്ട് പല വ്യക്തികൾക്ക് വേണ്ടിയും ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഉടനെ നിങ്ങൾ അതിനെ കോഡ് കട്ടിങ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മനസമാധാനപരമായ സന്തോഷപരമായ ജീവിതം ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.